ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിപ്പോൾ വിലായത് ബുദ്ധ എന്ന് പറയുന്ന മൂവി കാണാൻ വേണ്ടി ഇറങ്ങി ലുലു മോളിൽ. 10:40 ഷോ. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ലേറ്റായി, ഒരു 10 മിനിറ്റോളം ലേറ്റായി. കുഴപ്പമില്ല, സിനിമ എന്തായാലും താമസിച്ചേ തുടങ്ങത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. മൂവിയെ പറ്റി കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടായിരുന്നു. ബട്ട് ഞാനെങ്കിലും പോയി കാണാമെന്ന് വിചാരിച്ചു. മൂവിയല്ലേ, എന്തുമാത്രം എഫേർട്ട് ഇട്ട് ആൾക്കാർ ചെയ്യുന്നത്. അല്ല, അങ്ങനെ ചുമ്മാ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല, ഈ നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ പടവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. ഇനി മോളിൽ കയറാൻ ഒരു 5 മിനിറ്റ് മതിയാവും. മൂവി ചിലപ്പം സ്റ്റാർട്ട് ചെയ്ത് കാണാം. ഏതെങ്കിലും ഒരു 10-50 വോട്ടിന് പോലും ഫ്രണ്ട്സ്, അങ്ങനെ അപ്പം മൂവിയുടെ ഇൻ്റർവെല്ലായി. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, നല്ല മൂവിയാണ്. ഈ ആൾക്കാർ എന്തിനാണ് ഇത്രയും നെഗറ്റീവ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മൂവി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് വരെ നല്ല കിടിലം മൂവിയാണ്, കണ്ടിരിക്കുക. ഒരു കുറ്റം പറയുന്ന ഒരു കാര്യവും ഞാൻ കണ്ടില്ല. നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫും കൂടെ കണ്ടു നോക്കാം, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടല്ലോ. ഫ്രണ്ട്സ്, അങ്ങനെ വിലായത് ബുദ്ധ കണ്ട് മൂവി. നല്ല മൂവി, ഒരു കുഴപ്പമെന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ഉണ്ടെന്ന് പറയാം. 3 മണിക്കൂറാണ് മൂവി. കണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. ഇത്ര നെഗറ്റീവ് റിവ്യൂസ് എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. മറ്റൊരു യൂട്യൂബർ ഉണ്ടല്ലോ, ശസാം, അവനൊക്കെ എന്ത് നെഗറ്റീവ് എന്ന് ഈ പടത്തിന് പറഞ്ഞിരിക്കണേ. മൂവി നല്ല മൂവി, ഒരു കുഴപ്പമില്ല. 3 മണിക്കൂർ ലെങ്ത് ഉള്ള മൂവി. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. പിന്നെ ഒരു സോങ് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അല്ലാതെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഈ മൂവിയിൽ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. എന്താ ഇപ്പം കണ്ടിട്ട് ഇറങ്ങി. ഹൗസ്ഫുള്ളായിരുന്നു. ഇവിടെ PVR ലുലു ട്രിവാൻഡ്രത്താണ്. ഹൗസ്ഫുള്ളാണ് ഷോ. എല്ലാവരും കണ്ടിട്ടിറങ്ങി. ആരും ഒരു കുറ്റം പറയുന്ന പോലും കേട്ടില്ല. ചിരിക്കാനുള്ളതുണ്ട്, സ്റ്റണ്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സോങ് ഉണ്ട്, എല്ലാം ഉണ്ട്. കഥയുണ്ട്. കഥ ഒരു നോവലിനെ ബേസ് ചെയ്താണല്ലോ, അപ്പോൾ അങ്ങനെയല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല മൂവി, നിങ്ങൾ എന്തായാലും പോയി കാണണം, എല്ലാവരും കാണണം. ഈ നെഗറ്റീവ് റിവ്യൂ പറയണമെന്നും കേൾക്കില്ല. ഇതൊക്കെ പെയ്ഡാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ നെഗറ്റീവ് റിവ്യൂ ഒക്കെ പറയുന്നത്. ഒരു സാമാന്യം ബോധം വേണ്ട ഈ റിവ്യൂ ചെയ്യണവന്മാർക്ക്. ഓരോരുത്തന്മാർ, ഞാൻ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് ഞാൻ പോയത് എനിക്കറിയാം അവന്മാർ മനഃപൂർവ്വം ഇറക്കണം നെഗറ്റീവ് റിവ്യൂ. കാരണം ഞാൻ ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ട് പോയി കണ്ട എല്ലാ പടവും എനിക്കിഷ്ടപ്പെട്ടു. ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഹൗസ്ഫുള്ളായിരുന്നു.